ഋതു എന്ന് പറയുന്ന സിനിമ കാണുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ആസിഫിനെ ശ്രദ്ധിക്കുന്നത്. അദ്ദേഹത്തിലൊരു പ്രത്യേകതയുണ്ട്. കാരണം ഭയങ്കരമായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തിരുന്നു. ഇയാൾ കസറും പുള്ളി കയറി വരും. കാരണം ആ ഒരു ആദ്യത്തെ ആൾ അഭിനയിക്കുന്ന പോലെ തോന്നിയില്ല. തുടങ്ങുന്ന ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് തേവര കോളേജിലാണ് ഷൂട്ട് ചെയ്യുന്നത്. രാവിലെ ഇക്കാടൊരു മെസ്സേജാണ്, ദുബായിൽ നിൽക്കുകയാണ്, ഒരു പേപ്പർ ശരിയാവാനുണ്ട്, അത് ശരിയായിട്ടില്ല, എനിക്ക് പുറപ്പെടാൻ പറ്റിയിട്ടില്ല എന്ന്. ഞാനിങ്ങനെ എൻ്റെ അവസ്ഥ ഉണ്ടല്ലോ. വയലാർ എഴുതുന്നത് നമ്മളിനി എന്ത് ചെയ്യുമല്ല. ബീന ടീച്ചറിന് മോനെല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളയ്ക്കാൻ. ബിജുചേട്ടന്റെ പ്രത്യേകത, ബിജുചേട്ടൻ ഇപ്പൊ രണ്ടുപേരുള്ള ഒരു പടം, രണ്ട് ഈക്വൽ ഹീറോസ് ഉള്ള പടം. ഇപ്പൊ നമുക്ക് ചാക്കോച്ചനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്, പൃഥ്വിരാജേട്ടൻ. പുള്ളിയുടെ ആ ഏരിയ പിന്നെ നമ്മൾ നോക്കണ്ട, പുള്ളി കൊണ്ടുപോകും ആ സംഗതി. മഞ്ഞുമൽ ബോയ്സിനൊക്കെ മലയാള ഫിലിം ഇൻഡസ്ട്രി എക്കാലവും ഇനി അങ്ങോട്ട് താങ്ക്ഫുള്ളി ഓർക്കേണ്ട സിനിമയാണ്. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മലയാളക്കരയിലെ പ്രേക്ഷകരെല്ലാം ഇരുകൈ നീട്ടി സ്വീകരിച്ച തലവൻ സിനിമയുടെ യഥാർത്ഥ തലവൻ ജിസ് ജോയാണ് ഇന്ന് മാസ്റ്റേഴ്സ് ക്രാഫ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മുടെ ചേർത്തിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഇപ്പൊ എന്ത് തോന്നുന്നു, ഫസ്റ്റ് മൂവിക്ക് ഭയങ്കര ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഭയങ്കര മൗത്ത് പബ്ലിസിറ്റി കിട്ടുന്നു, ഭയങ്കര പിന്നീട് അങ്ങോട്ട് വളരെ എന്താ പറഞ്ഞ ആദ്യത്തെ ദിവസം കിട്ടിയ കളക്ഷനേക്കാൾ കൂടുതൽ കളക്ഷൻ കിട്ടി, ഇങ്ങനെ പതിയെ ചിത്രം വളരെ മുന്നോട്ട് പോകുന്നു. എന്ത് തോന്നുന്നു ഈ ഒരു മൊമെന്റ്? ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ഇപ്പൊ ഈ സിനിമ എഴുതുന്ന സമയത്ത് നമ്മളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നതാണല്ലോ, ഇപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ സ്വപ്നം. അതായത് ആൾക്കാരെല്ലാം നല്ലത് പറയുക, നല്ല റിവ്യൂസ് പറയുന്നവരും അല്ലാത്ത തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നവരൊക്കെ വളരെ ഹോണസ്റ്റ്ലി നമ്മളെ വിളിച്ച് പറയുക, മെസ്സേജ് അയക്കുക, തിയേറ്റർ ഓണേഴ്സ് വിളിക്കുക, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വിളിക്കുക. എനിക്ക് അങ്ങനെ ഒരു അതാണ് എല്ലാവരുടെയും ഒരു സ്വപ്നം. അതാണല്ലോ, സിനിമയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവർക്കൊക്കെ നമ്മുടെ സിനിമ കൊണ്ട് നല്ലത് ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ അത് എൻജോയ് ചെയ്യുന്നൊരു മൊമെൻ്റാണ് ഇപ്പോൾ. ഒരുപാട് സന്തോഷത്തോടു കൂടി. കാരണം ഇപ്പോൾ ഈ ക്ലൈമറ്റൊക്കെ ഇങ്ങനെ ആയിട്ട് പോലും, മഴയൊക്കെയാണ്, നമുക്കൊരിക്കലും മഴ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല. ബിക്കോസ് നമുക്ക് മഴ ആവശ്യമാണ്. സോ മഴയോടൊപ്പം സിനിമ വിജയിക്കണം, അത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. ഇപ്പോൾ തലവൻ, എന്തുകൊണ്ടാണ് തലവൻ എന്നൊരു ടൈറ്റില്? തലവൻ ഈ പറയുന്ന പോലെ ഈ രണ്ട് നായകന്മാർ ചേരുന്ന പടത്തിന്, ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം അയ്യപ്പനും കോശിയും, അതിൽ രണ്ട് കഥാപാത്രങ്ങളുടെ പേരാണ്. അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് വേണമെങ്കിൽ കാർത്തിക് ശങ്കർ എന്നൊക്കെ പേരിടാമായിരുന്നു, കാർത്തിക്കിൻ്റെ ശങ്കറിൻ്റെ കഥ. അങ്ങനെ അല്ലാതെ അങ്ങനെ ഒരു അത്തരത്തിലൊരു മാസ് കൊടുക്കാതെ തലവൻ എന്താണെന്ന് ആൾക്കാർ തന്നെ കണ്ടുപിടിക്കട്ടെ, ആൾക്കാർ തന്നെ പറയട്ടെ. ഉറപ്പായിട്ടും ഇത് ഞങ്ങൾ എല്ലാ പ്രൊമോഷൻസിലും പറഞ്ഞ പോലെ പോലീസിൻ്റെ ഉള്ളിലെ ഒരു ഹയർ ആർക്കി ഈ സിനിമയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ആസിഫിൻ്റെ ക്യാരക്ടർ നോക്കിയാൽ അയാളുടെ തലവനാരാ? ബിജുവേട്ടൻ്റെ ക്യാരക്ടറാണ്. ബിജുവേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ തലവനാരാ? ദിലീഷ് പോത്തിൻ്റെ ക്യാരക്ടർ. അതങ്ങനെ പോകും. പോലീസിൽ എപ്പോഴും അങ്ങനെയാണല്ലോ, ഈ പറയുന്ന പോലെ കോൺസ്റ്റബിൾ, SI, CI, DYSP, SP, അങ്ങനെ മുകളിലേക്ക് പോകും. പോയി പോലീസിൻ്റെ ചിഹ്നങ്ങളെല്ലാം കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ മിനിസ്ട്രി തുടങ്ങും. മനസ്സിലായി? സംസ്ഥാനം തുടങ്ങും, അതിന് മുകളിൽ കേന്ദ്രമുണ്ട്. അപ്പം ഇങ്ങനെ പോലീസുകാർക്ക് എപ്പോഴും അവരുടെ തലപ്പത്തിരിക്കുന്നവരോടാണ് കമ്മിറ്റ്മെന്റ് എന്നല്ല, ആ ഒരു എല്ലാ ജോലിക്കും അങ്ങനെയാണെന്ന് ആൾക്കാർ പറയും. പക്ഷേ പോലീസ് എപ്പോഴും നമ്മൾ പറയും പവർ കയ്യിലുള്ള ജോലിയാണ്. മറ്റുള്ള നമ്മൾ വർക്ക് ചെയ്യുന്ന ഇതുപോലത്തെ ഒരു സ്ഥാപനത്തെക്കാളും ഒരു പവർ കയ്യിലുണ്ട്. ഓഫ് കോഴ്സ് മീഡിയയ്ക്ക് ആ പവറുണ്ട്. പക്ഷേ എന്നാലും കുറെ കൂടെ ആളുകളോട് മറ്റു അവരുടെ ചിഹ്നങ്ങൾ കൊണ്ട് തന്നെ ആൾക്കാർ അവരെ വല്ലാതെ റെസ്പെക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ ഒബേ ചെയ്യുന്ന ഒരു മേഖലയാണല്ലോ പോലീസ് എന്ന് പറയുന്നത്, ഡിപ്പാർട്ട്മെന്റാണ് പോലീസ്. അപ്പം ഏത് പോലീസുകാരനും അയാളുടെ മുകളിലുള്ള ആൾ പറയുന്നത് അനുസരിക്കാൻ നിർബന്ധിതനാണ്. അപ്പോൾ സിസ്റ്റം തന്നെയാണ്, പോലീസിനുള്ളിലെ സിസ്റ്റം തന്നെയാണ് തലവൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് തലവൻ ഒരിക്കലും വില്ലനോ നായകനോ ബിജുവേട്ടനോ ആസിഫോ ദിലീഷ് പോത്തനോ ഒന്നുമല്ല, ആ സിസ്റ്റം അത് തന്നെയാണ് തലവൻ. ഫസ്റ്റ് മൂവി ബൈസൈക്കിൾ തീവ്സ്, അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഇന്നലെ വരെയുള്ള മൂവീസിൽ എല്ലാത്തിനും സ്ക്രിപ്റ്റ് താങ്കളാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഒരു സിനിമ മറ്റൊരു സ്ക്രിപ്റ്റ് സംഭാഷണം താങ്കളാണ്, മറ്റൊരു ടീമിന്റെ സ്ക്രിപ്റ്റിൽ വരുന്നത്. ആ ഒരു എക്സ്പീരിയൻസ്, ആദ്യമായിട്ട് മറ്റൊരു സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മറ്റുള്ള സ്ക്രിപ്റ്റ് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ 5 പടം എഴുതിയതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ ന്യൂ കമേഴ്സ് ആയിട്ടുള്ള 2 പേരായിട്ട് പോലും ഓക്കെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. കാരണം ആ ഒരു ധൈര്യമുണ്ട്. കഴിഞ്ഞ 5 പടം എഴുതിയതിൻ്റെ നമുക്കത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ആരെങ്കിലുമൊക്കെ ഈ ടോട്ടാലിറ്റിയുടെ ഒരു വർക്കാണല്ലോ സിനിമ എപ്പോഴും. അപ്പോൾ അതിനകത്ത് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് പറയാനുണ്ട്, മ്യൂസിക് ഡയറക്ടേഴ്സിന് പറയാനുണ്ടാവും, ക്യാമറാമാൻ ഉണ്ടാവും, ആർട്ട് ഡയറക്ടർക്ക് ഉണ്ടാവും, പ്രൊഡക്ഷൻ കൺട്രോൾ, എല്ലാവർക്കും സജഷൻസ് പറയാനുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് എടുത്ത് ഇവർ എഴുതിയ സ്ക്രിപ്റ്റിനെ ഒരു ബെഞ്ച് മാർക്കായിട്ട് വെച്ചുകൊണ്ട് ഓഫ് കോഴ്സ് അതിനെ നമ്മൾ റീവിസിറ്റ് ചെയ്യണം.
ഞാൻ എപ്പോഴും സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് രാവിലെ ഒരു മാറ്റിയെഴുത്തലുണ്ട് എല്ലാ സീനും അങ്ങനെയാണ്. അതായത് നമ്മൾ അതുവരെ അഭിനയിച്ച നമ്മൾ വീട്ടിലിരുന്ന് സിനിമ ആലോചിക്കുന്ന സമയത്ത് ഇവരെങ്ങനെ പെർഫോം ചെയ്യും നമുക്കറിയില്ല, നമുക്ക് സ്വപ്നം കാണാനേ പറ്റുള്ളൂ. പക്ഷെ നമ്മളെപ്പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് പ്രധാന കഥാപാത്രങ്ങളല്ലാത്തവർ ചിലപ്പോൾ അവർ വരുത്തുന്ന ചിലപ്പോൾ അവരുടെ ചില ജസ്റ്റേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ അവരുടെ ചില മൂവ്മെന്റ്സ്, ചിലപ്പോൾ അവരുടെ ഡയലോഗ് ഡെലിവറിയുടെ സ്പീഡ്, മനസ്സിലായോ? ഇതെല്ലാം ഷൂട്ട് തുടങ്ങിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതനുസരിച്ചുള്ള മാറ്റി എഴുത്തുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഉണ്ടായ ധൈര്യം എന്ന് പറഞ്ഞതാണ് പറഞ്ഞത്, അങ്ങനെ മാറ്റി എഴുതാൻ കഴിയുന്ന ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ ചിത്രത്തിലെ ക്യാരക്ടേഴ്സിലോട്ട് വരുമ്പോഴത്തേക്കും ബിജു മേനോൻ, ആസിഫ് അലി, ദിലീഷ് പോത്തൻ, അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ ഇവരെല്ലാവരും ഓൾറെഡി സെറ്റാണ്. തീർച്ചയായിട്ടും. അത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അവരൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു 5-6 ഡ്രാഫ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും ഫിക്സ്ഡ് ആണ്. തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ ആസിഫ് അലി, ബിജു മേനോൻ അങ്ങനെ ഒരു കോംബോ തന്നെയായിരുന്നു മനസ്സിൽ. മനസ്സിൽ അങ്ങനെ തന്നെയായിരുന്നു. വേറെ ഒന്നും ആലോചിച്ചിട്ടില്ല. ഈ സിനിമയ്ക്ക് വേറെ ഒരു കോമ്പിനേഷൻ ഞാൻ ആലോചിച്ചിട്ട് പോലില്ല. കാരണം ഇത് കഥ കേട്ട് ഇമ്മീഡിയറ്റ്ലി ആസിഫിനോട് വിളിച്ചു. ആസിഫ് ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പല കഥകളും ഞാൻ എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ആസിഫിൻ്റെ വീട്ടിലോ വെച്ച് അങ്ങനെ ഒരു ഡിന്നറിൻ്റെ സമയത്തോ മറ്റോ അങ്ങനെ കൂടി ചേരുമ്പോൾ പറഞ്ഞു വീട്ടിലെ കഥകളാണ്. ഇത് വിളിച്ചപ്പോൾ ആസിഫ് പറഞ്ഞു, എടോ കാത്തിരിക്കാൻ പറ്റില്ല, ഞാൻ വരാൻ 10-15 ദിവസം കഴിയും, പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് പോകാം, നമുക്ക് ഇവിടെ ഇരിക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ വേഗം പോയി. റൈറ്റേഴ്സും വന്നു എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾ രാത്രി, ആസിഫ് ഭയങ്കര ടയേർഡായിരുന്നു, എനിക്ക് തോന്നുന്നു 11:30 മറ്റോ ആയി കഥ കേൾക്കാൻ തുടങ്ങുമ്പോൾ രാത്രി. അപ്പോൾ എനിക്ക് പറയണമെന്നുണ്ട്, താൻ നാളെ രാവിലെ കേട്ടാൽ മതി, പക്ഷെ നാളെ രാവിലെ പുള്ളിക്ക് ഷൂട്ടിംഗ് ഉണ്ട്, അപ്പോൾ ഞങ്ങൾ വന്ന് വെറുതെ ആയി പോകും. അപ്പോൾ ആസിഫിന് കുഴപ്പമില്ല, അത് പ്രശ്നമാക്കണ്ട, പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ കഥ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അത് എനിക്കൊന്ന് പുതിയ 2 റൈറ്റേഴ്സിൻ്റെ ആയതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. സാധാരണ എനിക്ക് അത്രയും പറയേണ്ടി വരാറില്ല. സാധാരണ എലമെൻ്റ് ഇതാണ്, ക്യാരക്ടർ ഇതാണെന്ന് പറഞ്ഞാൽ ഓക്കേടോ എന്നാൽ പ്രൊസീഡ് ചെയ്യാമെന്ന് പറയാറുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ മറ്റേ ക്യാരക്ടർ ആര് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ 2 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ബിജു ചേട്ടനായിരിക്കും. ബിജു ചേട്ടൻ കറക്റ്റാണല്ലോ ആ ക്യാരക്ടറിന്, ഓരോ ബോസ്. പിന്നെ അതുപോലെ അതിനൊക്കെയുള്ള ഒരു കൊമേഴ്ഷ്യൽ ചേരുവുണ്ടല്ലോ, ഇവർ തമ്മിൽ ചേരുമ്പോൾ ഇവരുടെ കോംബോയ്ക്ക് ആ ഒരു ബ്യൂട്ടി ഉണ്ട്. നമ്മളതെല്ലാം നോക്കണമല്ലോ. സിനിമ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ബിസിനസ് ആണല്ലോ, ആഫ്റ്റർ ഓൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം, കലയാണ്, അതിനൊപ്പം തന്നെ ബിസിനസ്സും കൂടെയാണ്. ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ന്യൂ കമേഴ്സ് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇവരെ പിക്ക് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു? ലൈക്ക് ഇവര് വരുമായിരുന്നു? ഇവരെന്നെ അന്വേഷിച്ചു വരും. ഐ മീൻ അത് എൻ്റെ വിജയ് സൂപ്പറും പൗർണമിയുടെയും പ്രൊഡ്യൂസർ, പുള്ളി വിജയ് സൂപ്പറും പൗർണമിയും കഴിഞ്ഞിട്ട് വേറെ സിനിമ ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടോ 2 റൈറ്റേഴ്സ് വന്നൊരു കഥ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കേട്ട് നോക്ക്, ഭയങ്കര അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്തേക്ക് വന്നു, അങ്ങനെ അവരൊരു കഥ പറഞ്ഞു. ഞങ്ങൾ ആ കഥ മുന്നോട്ട് പോയി 1-2 ആർട്ടിസ്റ്റുകളോടൊക്കെ കഥ പറഞ്ഞു, അവർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം തന്നെ, ഈ വിജയ് സൂപ്പറിൻ്റെ പ്രൊഡ്യൂസർ സുനിലേട്ടൻ, പുള്ളി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവർ ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ വേറൊരു കഥ പറഞ്ഞു, അത് ഭാര്യയ്ക്കും പിള്ളേർക്കും ഒക്കെ കുറേ കൂടി ഇഷ്ടപ്പെട്ടു, ഇതിനേക്കാൾ അടിപൊളിയാണ് എന്ന് പറഞ്ഞു. അതും കൂടെ ഒന്ന് കേട്ട് നോക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി മറ്റേ കഥ കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞ് അത് വേറെ ആർട്ടിസ്റ്റിനോടൊക്കെ, എനിക്കോട്ട് മഞ്ജു വാര്യറിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അത് കേൾക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ അവർ വന്നു. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ് നമുക്ക് മറ്റേ സിനിമ ചെയ്യണം, പക്ഷേ ഇത് കൊള്ളാം, ഇത് കുറെ കൂടെ ഫയർ ഉണ്ട് ഈ സ്ക്രിപ്റ്റിൽ. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് കയറുന്നത്. ഇപ്പോൾ ഈ ചിത്രത്തിലേക്ക് പറഞ്ഞ ഇതിനു മുമ്പ് സൺഡേ ഹോളിയുടെ ഒരു എക്സ്പീരിയൻസ് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ആസിഫ് അലിയോട് ഈ കഥ പറഞ്ഞപ്പോൾ തന്നെ ട്രസ്റ്റ് ചെയ്ത് ഞാൻ ഈ പടം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ ആസിഫ് അലി ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്തായിരുന്നു? ആസിഫ് പറഞ്ഞത് തന്നെയാണ്, ഭയങ്കര നല്ല പരിപാടിയാണ്, ഭയങ്കര ഫയർ. ബീച്ച് ചേട്ടൻ കിട്ടിയാൽ നത്തിങ് ലൈക്ക് ദാറ്റ്, അതാണ് ആദ്യം പറഞ്ഞത്. താൻ പറയുന്ന പോലെ ബീച്ച് ചേട്ടൻ ഇത് ഓക്കെ പറഞ്ഞാൽ ഇത് അടിപൊളിയായിരിക്കും, ഭയങ്കര ഫയർ ഉണ്ട് ഇതിനകത്ത്, എനിക്കും ഇത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ആസിഫിന്റെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ അതായിരുന്നു. ആസിഫ് അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ സുഹൃത്തുക്കളായെന്ന് വെച്ചുകൊണ്ട് എപ്പോഴും എല്ലാം ഓക്കെ പറയാറില്ല കേട്ടോ. ഞങ്ങൾ മ്യൂച്വലി വിട്ട് കളഞ്ഞ പടങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര പിന്നീട് ഫ്ലോപ്പായതും ഹിറ്റായതുമായിട്ടുള്ള സിനിമകളുണ്ട്, വിട്ട് കളഞ്ഞിട്ടുള്ള സിനിമകൾ. പക്ഷേ ജിസ് ജോയ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറിന്റെ പടത്തിൽ ആസിഫ് അലി മിസ്സാക്കിയിട്ടൊരു ഫാക്ടറില്ല. അങ്ങനെയില്ലെന്ന്. ഇപ്പൊ മോഹൻകുമാർ ഫാൻസിൽ ചാക്കോച്ചനാണ് ആസിഫ് ഗസ്റ്റ് റോൾ, പക്ഷേ ആ ഗസ്റ്റ് റോൾ പോലും ആസിഫ് ചെയ്യേണ്ടതല്ല, അത് ഓഫ് കോഴ്സ് പൃഥ്വിരാജ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അന്ന് ഈ ആടുജീവിതത്തിന്റെ ലുക്ക് പുറത്തു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ ബ്ലസ് ചേട്ടൻ, പൃഥ്വി അത് സമ്മതിച്ചതായിരുന്നു. പക്ഷെ അങ്ങനെ ഇപ്പോൾ കാരണം ആ സമയത്ത് പൃഥ്വിരാജ് ഈ പറയുന്ന മാഗസിൻസിന്റെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്, അദ്ദേഹം കമ്മിറ്റ് ചെയ്ത പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ ഈ ലുക്ക് പുറത്ത് പോകുന്നുണ്ടല്ലോ, മനസ്സിലായി. അപ്പോൾ അവർക്കെന്തോ സിനിമയിൽ അത് വരുമ്പോൾ എന്നുള്ള ഒരു സംഭവത്തിലായിരുന്നു. അപ്പോൾ നമ്മളൊന്നും നിർബന്ധിക്കാൻ പോയില്ല. അത് ഓഫ് കോഴ്സ് പൃഥ്വിയുടെ ഏറ്റവും അടുത്ത പാർട്ട്ണറും സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള ലിസ്റ്റൻ സ്റ്റീഫനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അത്രയൊക്കെ ആയപ്പോഴും ബ്ലസ് ചേട്ടൻ്റെ നിർബന്ധമായിരുന്നു അത് കഴിയുമെങ്കിൽ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു.
അങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് എന്ത് ചെയ്യും, അങ്ങനെ ഒരാൾ വരണം ആ സമയത്ത്. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ആസിഫിനോട് വെറുതെ ഷെയർ ചെയ്തത്. അപ്പോൾ ആസിഫിനോട് ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഡെലിബറേറ്റ്ലി അങ്ങനെ ആസിഫിനെ അവൻ്റെ സുഹൃത്തുന്ന രീതിയിൽ ഞാൻ ആ സമയത്ത് വിഷമിക്കുന്ന പുള്ളിക്ക് മനസ്സിലായി അങ്ങനെ ഒരാൾ വേണം എന്നുള്ളത്. അങ്ങനെ ചെയ്തു. ഇപ്പൊ ഈ ബൈസൈക്കിൾ തീവ്സ് തൊട്ട് ഇങ്ങോട്ട് ആസിഫിയുടെ ഇപ്പോൾ ഒരു ജേണി ഉണ്ട്. ആസിഫ് അലി നടൻ ഇതിനിടെ നടത്തിയ വല്ലാത്തൊരു ഒരു ഇംപ്രൂവൈസേഷൻ ഉണ്ട്, ഒരു ആക്ടർ എന്ന രീതിയിൽ. അതിനെ ജിസ് ജോയ് എന്ന വ്യക്തി ഞാൻ ഋതു എന്ന് പറയുന്ന സിനിമ കാണുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ആസിഫിനെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോഴും ഈ കഴിഞ്ഞ ദിവസം ആരോട് സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ശ്രദ്ധ, അന്ന് എന്തോരം സിനിമകൾ നമ്മൾ കാണുന്നു. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിലൊരു പ്രത്യേകതയുണ്ട്. കാരണം ഭയങ്കരമായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തിരുന്നു. ഇയാൾ കസറും പുള്ളി കയറി വരും. കാരണം ഒരു ആദ്യത്തെ ആൾ അഭിനയിക്കുന്ന പോലെ തോന്നിയില്ല. ആ സിനിമ കാണുമ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ആസിഫ്. ഒരു പ്രത്യേകതയുള്ള ലുക്കും പ്രത്യേകതയുള്ള കണ്ണുകളും അങ്ങനെ ഒരു വല്ലാത്ത ഫീച്ചേഴ്സും ഒക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഷുവറായി ഇദ്ദേഹം കയറി വരും എന്നുള്ളത്. അതിനുശേഷം പലയിടത്ത് വെച്ച് കാണും. അപ്പോൾ ഞങ്ങൾ വലിയ പരിചയമൊന്നുമില്ല, അറിയാം എന്നെ. ഞാൻ ചാനലിൽ നിന്ന് ആങ്കർ ചെയ്യുന്ന സമയത്ത് അവൻ എന്നെ അറിയാം. അപ്പോൾ പലയിടത്തും വെച്ച് സംസാരിക്കും. എന്തെങ്കിലും സിനിമയുടെ പൂജയ്ക്കൊക്കെ പോകുമ്പോൾ അവിടെ വെച്ച് കാണാറുണ്ട്. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പരിചയപ്പെടുത്താറുണ്ട് ആസിഫിനെ. അങ്ങനത്തെ പരിചയമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ചോദ്യത്തിലേക്ക് വന്നാൽ, അതിനുശേഷം ഈ ആസിഫ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വളരെ മൈൽ സ്റ്റോൺ എന്ന കണക്കെയുള്ള കഥാപാത്രങ്ങൾ, ഫോർ എക്സാമ്പിൾ ഉയരയിലെ ഗോവിന്ദോ, കെട്ടിയോളാണ് മാലാഖയിലെ ശ്രീവാച്ചനോ, അപ്പോൾ എൻ്റെ വിജയ് സൂപ്പറോ അല്ലെങ്കിൽ സൺഡേ ഹോളിഡേക്ക് നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിച്ചാൽ അങ്ങനെ കുറേ ഹണീബിയിലെ സെബാനും എന്നൊക്കെ പറഞ്ഞ പോലെ ഈ കൂമനിലെ ക്യാരക്ടർ യഥാസമയം അദ്ദേഹത്തിന് ഈ സിനിമയോട് കാണിക്കുന്ന ഒരു വല്ലാത്ത പാഷനാണെന്ന് എനിക്ക് തോന്നുന്നു. ആ പാഷൻ കൊണ്ട് ചിലപ്പോൾ 2-3 സിനിമകൾ മോശമാകുമ്പോഴും 4ാമത്തെ സിനിമ ഭയങ്കര നന്നായി വരികയും അദ്ദേഹത്തിന് വീണ്ടും തിരിച്ച് മാർക്കറ്റിലേക്ക് ആൾക്കാർ വീണ്ടും പ്രതീക്ഷ അർപ്പിക്കുകയും അത് ഞാനിങ്ങനെ വളരെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. കാരണം സൺഡേ ഹോളിഡേ ചെയ്യുമ്പോൾ എനിക്കറിയാം അടുപ്പിച്ച് 4-5 സിനിമകൾ ഉദ്ദേശിച്ച പോലെ വർക്കൗട്ട് ആയിട്ടില്ല. അപ്പോഴാണ് സൺഡേ ഹോളിഡേ വരുന്നത്. അപ്പോൾ എൻ്റെ ടെൻഷൻ വെച്ച് ദൈവം ഇതും വർക്കൗട്ട് ആയതെങ്കിൽ ഒന്ന് എൻ്റെ കാര്യം എന്താണെന്നുള്ള ആദ്യത്തെ ചോദ്യം. അപ്പോൾ അങ്ങനെ പക്ഷേ ഈ സിനിമയുടെ ഒരു മാജിക് അതാണെന്ന് എനിക്ക് തോന്നുന്നു. ആൾക്കാർക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് ഇഷ്ടം അയാളുടെ നല്ല സിനിമ കാണാനാണ്. പിന്നെ യാസിഫ് ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് എല്ലാ സിനിമയും നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത് നന്നാവും എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനോട് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും വന്നൊരു കഥ പറഞ്ഞു, ആ കഥ കൊള്ളാം എന്ന് വിചാരിച്ചിട്ടാണ് കമ്മിറ്റ് ചെയ്യുന്നത്. ഇത് എക്സിക്യൂഷൻ പാർട്ട് വേറെ കാര്യമാണ്. അയാൾക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർക്ക് അത് അയാൾക്ക് ഡയറക്ടർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിന് ആവശ്യമുള്ള സംഗതികൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ സെറ്റിൽ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. അവിടെയാണ് പല പടങ്ങളും പാളുന്നത്. ഞാനങ്ങനെ മനസ്സിലാക്കുന്നതിന് പലപ്പോഴും ഈ സ്ക്രിപ്റ്റിൽ മാത്രമല്ല സിനിമ പൊട്ടിപ്പോകുന്നത്. പണ്ടൊക്കെ നമ്മൾ പറയും സ്ക്രിപ്റ്റ് നല്ലതാണെങ്കിൽ എങ്ങനെ ഷൂട്ട് ചെയ്ത് ഓടും, അതൊക്കെ വെറുതെയാണ്. സ്ക്രിപ്റ്റ് അർഹിക്കുന്ന രീതിയിൽ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ ഒരു സിനിമ ഓടുകയുള്ളൂ. അല്ലാതെ നമ്മൾ പറഞ്ഞ വെറുതെ വളരെ പെരിഫറൽ ആയിട്ടുള്ള ഒരു സംസാരമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ഈ ആസിഫ് അലി പോലെ തന്നെ വേറൊരു ഫാക്ടറാണ് സിദ്ദിഖിക്ക. സിദ്ദിഖിക്ക ആക്ച്വലി ഈ പടത്തിലും കഴിഞ്ഞ പടത്തിലും ഇല്ലായിരുന്നു. അല്ല, ഇന്നലെ വരെയിലുണ്ട്. ഇന്നലെ വരെയില്ല. സിദ്ദിഖിക്ക മോഹൻകുമാർ ഫാൻസ് കഴിഞ്ഞു. മോഹൻകുമാർ ഫാൻസിൽ അത്രയും ഹീറോയിക് കൈൻഡ് ഓഫ് ക്യാരക്ടർ. അപ്പൊ അതുകൊണ്ട് ഇന്നലെ വരെയില് സിദ്ദിഖിക്ക എന്നോട് പറഞ്ഞു, വലിയ ക്യാരക്ടറൊന്നും വേണ്ട, നമ്മുടെ പടത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. കാരണം അത് അദ്ദേഹത്തിന് പടമില്ലാത്ത കുറവൊന്നും ഇല്ലല്ലോ. നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നുണ്ടോ, അത്രേ ഉള്ളൂ. അത് ഞാൻ തന്നെ പറഞ്ഞിക്കാതെ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം മോഹൻകുമാർ ഫാൻസ് പോലെ അത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ട് ഇനി അതിന്റെ താഴത്തേക്ക് ഒരു ക്യാരക്ടർ ഇമ്മീഡിയറ്റ്ലി വേണ്ട എന്നുള്ള സംഭവത്തിൽ. ഇപ്പോ സിദ്ദിഖിയുടെ കാര്യം ചോദിക്കണം. അതായത് ബൈസൈക്കിൾ തീവ്സിലെ സിദ്ദിഖിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അതൊരു ഒന്നൊന്നര ഒരു ട്വിസ്റ്റിംഗ് ക്യാരക്ടറായിരുന്നു. അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല. അതെങ്ങനെയായിരുന്നു ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്നു, സിദ്ദിഖിലേക്ക് എത്തുന്നു, അദ്ദേഹത്തിന്റെ ഒരു സിദ്ദിഖിക്ക ഒന്നാമത്തെ കാര്യം ഞാൻ കുറെ പരസ്യങ്ങളൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീടിന് തൊട്ടടുത്താണ്. അപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ ആ ഒരു വളരെ റിമോട്ടായിരുന്ന ഒരു സ്ഥലത്ത് സിദ്ദിഖിക്ക വന്ന് വലിയൊരു വീട് പണിയുന്നു. അപ്പം ഞങ്ങൾക്ക് നാട്ടുകാർക്കൊക്കെ അത് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം വളരെ ഇപ്പം ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ ഞങ്ങളുടെ സ്ഥലത്തേക്കൊക്കെ എപ്പോഴും ഓരോ 2 മിനിറ്റിലോ 3 മിനിറ്റിലോ അന്നും ബസ്സുണ്ട്. പക്ഷെ സിദ്ദിഖിക്ക അന്ന് വീട് വെച്ച സ്ഥലത്തേക്ക് നമ്മൾ ചിലപ്പോൾ 3 മണിക്കൂറിൽ ഒരു ബസ് എന്നുള്ള സ്കീമൊക്കെ ആയിരുന്നു. മനസ്സിലായ സ്കീം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ അതൊരു ഭയങ്കര ടോപ്പോഗ്രഫി ആയിട്ടുള്ള ഭയങ്കര അടിപൊളി സ്ഥലമാണ്. പക്ഷെ അവിടെ കൊണ്ടുവന്ന് പുള്ളി ഇപ്പോഴും ആ വീട് കണ്ടാൽ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയില്ലേ, ഭയങ്കര ഇനിയും 20 വർഷം കഴിഞ്ഞാലും ആ വീട് ഭയങ്കര ഫ്രഷ്നെസ് ഉള്ള വീട്. അപ്പം അങ്ങനെ ഒരു വീട് പുള്ളി അന്ന് ഡിസൈൻ ചെയ്തു, അന്ന് പണിതു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 94-95 കാര്യമാണ് പറഞ്ഞത്.
മനസ്സിലായി. ആ സമയത്ത് വന്നു. അപ്പോൾ അന്ന് മുതൽ ഞങ്ങളുടെ നാട്ടുകാരനാണ്. ശരിക്കും വീട് വൈപ്പിൻ ഭാഗത്തെ എടവനക്കട ആണെങ്കിലും എൻ്റെ ഓർമ്മ കുറച്ച് സിനിമയെ സ്നേഹിക്കാൻ തുടങ്ങിയ സമയം മുതൽ പുള്ളി നമ്മുടെ അയൽക്കാരനായിട്ടുള്ള സിനിമ. അപ്പോൾ അദ്ദേഹമൊക്കെ നമ്മുടെ സിനിമയിൽ ഉണ്ടാവണം എന്നുള്ള. പക്ഷേ ബൈസിക്കിൾ തീവ്സിൽ ഭയങ്കര കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം സിദ്ദിഖിനെയും ആസിഫ് അലിയും വെച്ചിട്ടാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. തുടങ്ങുന്ന ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് തേവര കോളേജിലാണ് ഷൂട്ട് ചെയ്യുന്നത്. രാവിലെ ഇക്കാടൊരു മെസ്സേജാണ്, ദുബായിൽ നിൽക്കുകയാണ്, ഒരു പേപ്പർ ശരിയാവാനുണ്ട്, അത് ശരിയായിട്ടില്ല, എനിക്ക് പുറപ്പെടാൻ പറ്റിയിട്ടില്ല എന്ന്. ഞാനിങ്ങനെ എൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, അതായത് ഭൂമിയൊക്കെ പിളർന്നു പോകണ പോലത്തെ അവസ്ഥയായിരുന്നു. കാരണം പടത്തിന്റെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് ഞാനിങ്ങനെ നിൽക്കുക. നമ്മളൊരു 9 മണിക്ക് ഇക്ക വരും എന്നുള്ള പ്രതീക്ഷയിലേക്ക് നിൽക്കുകയാണ്. അപ്പൊ 9, 10 മണിയായപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ പറയും ഇപ്പൊ വരും, ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ ഇങ്ങനെ എത്തും. അപ്പൊ എത്തുന്നില്ല. അപ്പൊ ഞാൻ എന്നാ പോലെ എനിക്കൊന്ന് വിളിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മൊബൈലിൽ നിന്ന് ഞാൻ വിളിച്ചപ്പോൾ അറബിയിലാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ പോലെ മലയാളത്തിൽ കിളി ഇതീ കൂടെ ഇങ്ങനെ പറന്നുപോയി. അങ്ങനെ സംഭവിക്കില്ല. പിന്നെ പുള്ളി ഫോൺ എടുത്തപ്പോഴാണ് ജസ്റ്റ് ഇങ്ങനൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അത് എനിക്ക് ഇന്ന് എങ്ങനെയെങ്കിലും ഇത് മാനേജ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ സായിനെ വിളിച്ച് പറയാം, സായിനെ വെച്ച് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സായികുമാറിനെ. അവര് ഭയങ്കര സുഹൃത്തുക്കളാണ്. ഞാൻ പറഞ്ഞു സായികുമാർ ഓൾറെഡി ഈ സിനിമയിൽ വേറെ ക്യാരക്ടർ അഭിനയിക്കുന്നുണ്ട്, അപ്പോൾ നടക്കുന്ന കേസല്ലോ. അപ്പോൾ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു ദിവസം ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുമോ, ഞാൻ നാളെ രാവിലെ എങ്ങനെയെങ്കിലും എത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് ഭയങ്കര വിഷമം തോന്നി. സിനിമയുടെ ഒരു ഓർഗനൈസ്ഡ് ആയതും ഓർഗനൈസ്ഡ് ആവാത്തതുമായിട്ടുള്ള ഒരു സൈഡുണ്ട് സിനിമയുടെ. അത് എനിക്കൊരു വലിയ തിരിച്ചറിവായിരുന്നു. സിനിമ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഡയറക്ടർ തന്നെ എത്ര പേര് ആരൊക്കെ എന്തൊക്കെ ഉറപ്പ് പറഞ്ഞു, നമുക്ക് സംശയമുള്ള കാര്യങ്ങളെ തലേ ദിവസം നമുക്ക് എപ്പോഴും ഒരു നൈറ്റ് കയ്യിലുണ്ടാവണമെന്ന് ഞാൻ പറയും. അത് ഞങ്ങൾ ആഡ് ഫിലിം ചെയ്യുമ്പോൾ പറയുന്ന ലാംഗ്വേജ് അത്. ഒരു നൈറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തും അറേഞ്ച് ചെയ്യാം. നാളെ രാവിലെ 6 മണിക്ക് ഷൂട്ടാണ്, ഇന്ന് രാത്രി 9 മണിക്ക് നമ്മൾ അറിയാണ് ഇന്ന കാര്യം നടക്കില്ല. ഓക്കെ, വി ഹാവ് 8 hours, എവിടെ നിന്ന് വേണമെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള. പക്ഷേ 6 മണിക്ക് അറിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ സിദ്ദിഖൊക്കെ വന്നു. അതൊരു തിരുവോണ ദിവസമായിരുന്നു. ഓണത്തിന് എല്ലാവരുടെയും കൂടെ സദ്യയിട്ട് അങ്ങനെ സദ്യ കഴിച്ച് തുടങ്ങിയ ബന്ധമാണ്. പിന്നെ ഈ ബൈസൈക്കിൾ തീവ്സ് ആണല്ലോ ഫസ്റ്റ് സിനിമ. അത് കഴിഞ്ഞ് അതിനുശേഷം എടുത്താണ് സൺഡേ ഹോളിഡേ. പിന്നെ അതിനുശേഷം വിജയ് സൂപ്പറും പൗർണമിയും, ഇന്നലെ വരെ തലവൻ. എല്ലാ സിനിമയിലും എനിക്ക് ആസ് എ ഒരു പ്രേക്ഷകനെങ്കിൽ തോന്നിയത് എല്ലാത്തിലും ഒരു ട്വിസ്റ്റോ ചെറിയൊരു വോ ഫാക്ടറോ എങ്ങനെയും എവിടെയൊക്കെ കൊണ്ടുവരാൻ ജിസ് ശ്രമിക്കാറുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ബൈസൈക്കിൾ തീവ്സിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് ലാസ്റ്റ്. അതുപോലെ സൺഡേ ഹോളിഡേയിലും അങ്ങനെ വലിയ ട്വിസ്റ്റ് ഒന്നും ലാസ്റ്റ് മറ്റേ ശ്രീനിവാസനും അവരൊരു ഇതാകുമ്പോൾ നമുക്കൊരു വോ ഫാക്ടർ ഉണ്ട്, രസമുണ്ട്. വിജയ് സൂപ്പറും പൗർണമിയോട് വരുമ്പോഴത്തേക്കും അതിലെനിക്ക് വോ ഫാക്ടർ മറ്റേ ഒരു അമ്മച്ചിയുടെ വള എനിക്കതില് വോ ഫാക്ടർ എന്ന് പറയുന്നത് മറ്റേ എക്സ് കാമുകന്റെ നാടൻ പെണ്ണ. അങ്ങനെ എല്ലാ സിനിമയിലും ഇങ്ങനെ ഒരു ഫാക്ടർ കൊണ്ടുവരുന്നുണ്ട്. അത് പണ്ട് ശ്രീനിയേട്ടൻ, അത് വിനീതും പിന്നീട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീനിയേട്ടൻ സിനിമ എഴുതുമ്പോൾ എപ്പോഴും മനസ്സിലൊരു കുസൃതി ഉണ്ടാവണം എന്ന് പറയും. എന്ത് തരം സിനിമ എഴുതിക്കോട്ടെ, ത്രില്ലർ ആയിക്കോട്ടെ, എന്തും എഴുതുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു നോട്ടിനെസ് കിടക്കണം എന്ന് പറയും. ഒരു നോട്ടിനെസ്, അത് നല്ല ടിപ്പായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് വരുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ വയലാർ എഴുതുന്നതുപോലെ ഈ സാധനമൊക്കെ ആ സമയത്ത് എഴുതി വെക്കാൻ തോന്നുന്നത്. അത് അല്ലെങ്കിൽ അവിടെ നമ്മൾ ആലോചിക്കുക പോലും ചെയ്യില്ല അങ്ങനെയുള്ള സാധനങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങൾ സൈഡിൽ കൂടെ. അപ്പൊ അതായിരിക്കും ഒരു പക്ഷെ ഇപ്പൊ തലവനിൽ ഇപ്പൊ ജാഫറിന്റെ ക്യാരക്ടർ ആ ഉപദേശമാണത്, ആ നോട്ടിനെസിന്റെ ഫലമാണ്. അങ്ങനെ ചിന്തിക്കാൻ അദ്ദേഹത്തെ പോലത്തെ ഒരു ലെജൻഡ് പറഞ്ഞതിന്റെ ഫലമാണത്. പിന്നീട് വിനീത് ശ്രീനിവാസൻ എൻ്റെ ഒരു ആഡ് ഫിലിമിൽ അഭിനയിച്ചപ്പോഴും എനിക്കൊന്ന് വടക്കൻ സെൽഫിയുടെ ഷൂട്ടിൻ്റെ ഒക്കെ ആ സമയത്താണ് തോന്നുന്നത്. അപ്പം ചെന്നൈയിൽ വിനീത് ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചു അച്ഛൻ്റെ ഒരു ഉപദേശം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ പറയാറുണ്ട് ഒരു ടിപ്പ്. അപ്പോൾ ഞാൻ ഇനി പൊതുവെ ടിപ്പാണെന്ന് പറയുമ്പോഴേ മനസ്സിലൊരു കുസൃതി ഇട്ടുകൊണ്ട് എഴുതണം. ഇത് എന്നോട് പറഞ്ഞിട്ടില്ല, ഇതല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. തലവനിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിജു ചേട്ടൻ്റെ ക്യാരക്ടർ, അദ്ദേഹം ഇതിനു മുമ്പ് ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആസിഫിക്കോടൊപ്പം തന്നെ അനുരാഗരിക്കുമ്പോൾ ഭയങ്കര ബെഞ്ച് മാർക്കായിട്ടുള്ള രണ്ടുപേർക്കും ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്ന രണ്ട് ഇത് വന്നിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പക്ഷെ തുടരെ ഇപ്പോഴും അദ്ദേഹം ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു പോലീസ് കഥാപാത്രം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആകും. മീൻസ് ഒരു യഥാർത്ഥ പോലീസുകാരനാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ അങ്ങനത്തെ ഒരു. ബിജുചേട്ടൻ വളർന്നത് പോലീസ് ക്വാർട്ടേഴ്സിലാണ്, അറിയാമോ?
അത് അച്ഛൻ അഭിഷന്റെ അച്ഛൻ പോലീസായിരുന്നു. അപ്പോൾ തൃശ്ശൂർ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു പുള്ളിയുടെ പ്രധാനപ്പെട്ട ഒരു കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് രാവിലെ എണീറ്റാൽ രാത്രി വരെ കാണുന്നത് ആ ക്വാർട്ടേഴ്സിൽ പോലീസുകാരുടെ കൂട്ടുകാരെന്ന് വെച്ചാൽ പോലീസുകാരുടെ മക്കള്, നമുക്കറിയാവുന്ന പല സിനിമയിലുള്ള പല പോലീസുകാരും താമസിക്കുന്ന അവിടെയാണ്. അച്ഛൻ നാടക കലാകാരനായിരുന്നു, പോലീസിന്റെ തന്നെ. അപ്പോൾ അതിന്റെ ഒരു സംഗതി പുള്ളിയുടെ ഓരോ ജസ്റ്റേഴ്സും ഒരു നോട്ടത്തിലുണ്ട്, മനസ്സിലായി. ഇപ്പൊ ആ ചോദ്യം ചെയ്യുന്ന സീനിൽ SP-യുടെ മുമ്പിൽ ശങ്കർ രാമകൃഷ്ണന്റെ മുമ്പിലേക്ക് വന്നിട്ട് പുള്ളി കൊടുക്കുന്നൊരു ബോഡി സല്യൂട്ട് ഉണ്ട്. പെർഫെക്റ്റ് എന്ന് വെച്ചാൽ അത് റിയലാണ്. അത് ബിജുചേട്ടന്റെ പ്രത്യേകത വെച്ചാൽ ബിജുചേട്ടൻ്റെ ഇപ്പൊ രണ്ടുപേരുള്ള ഒരു പടം, രണ്ട് ഈക്വൽ ഹീറോസ് ഉള്ള പടം. ഇപ്പൊ നമുക്ക് ചാക്കോച്ചനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്, പൃഥ്വിരാജ് ചേട്ടൻ. പുള്ളിയുടെ ആ ഏരിയ പിന്നെ നമ്മൾ നോക്കണ്ട, പുള്ളി കൊണ്ടുപോകും ആ സംഗതി. പിന്നെ അതിനൊപ്പം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് മറ്റേ ആർട്ടിസ്റ്റിനെ ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം. കാരണം വളരെ സട്ടിലാണ്, വളരെ സട്ടിലാണ്. നമുക്ക് അഭിനയിക്കുമ്പോൾ ഇതിന്റെ ഔട്ടിൽ ഇദ്ദേഹം നമ്മളെ കില്ല് ചെയ്ത് കളയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പുള്ളി ഇത് ബോധപൂർവ്വം ചെയ്യുന്നല്ലോ കേട്ടോ. അത് ഒരുപക്ഷെ ഈ ഇത്രയും വർഷം 30 വർഷമായില്ലേ പുള്ളി വളരെ അഭിനയിക്കാൻ നമുക്ക് തോന്നി ഇത്രയും മതിയോ തോന്നിപ്പോ. പക്ഷെ എഡിറ്റ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുള്ളി വേറെ അതിന്റെ ഒരു ഞാൻ ഈ പറയുന്നതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാണെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ തലവന്റെ ഒരു പോസ്റ്റർ നോക്കിയാൽ മതി. അതായത് ഭയങ്കര ഹിറ്റായ ഒരു പോസ്റ്ററാണ്. ഒറ്റ പോസ്റ്ററിൽ മുകളിലെ തല ബിജുചേട്ടൻ പോലീസ് യൂണിഫോമിൽ നിൽക്കുന്നത്, തല മാത്രമേ ഉള്ളൂ. തൊട്ട് താഴെ ആസിഫിന്റെ തല. അല്ല പുള്ളിയുടെ ലുക്ക് തന്നെ ഞാൻ തന്നെ ഇത് ഈ ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ ഇത് ഇങ്ങനെയാണ്. നമ്മൾ അറിയാതെ പുള്ളി ആ സാധനം പിടിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ബിജുചേട്ടനോട് ആദ്യമായിട്ടുള്ള ഒരു മൂവി ചെയ്യുന്നു, അദ്ദേഹത്തിനോടൊപ്പം ഈ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അദ്ദേഹത്തോട് കഥ പറയുന്നു, കഥ ഭയങ്കര ഷൂഡാണ്. കഥ കേൾക്കുന്നതിൽ ഭയങ്കര കീനായിട്ടിരുന്ന കേൾക്കുന്നത് ഓരോ കാര്യവും ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ് ആൾക്ക്. ഈ സിനിമ എത്ര നേരം ഇപ്പം 2.5 മണിക്കൂറുണ്ട് കഥ പറഞ്ഞത്. 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി ഓരോ കഥാപാത്രത്തെയും കുറിച്ച് എന്നോട് ചോദിക്കാൻ തുടങ്ങി. ഉദയഭാനു, രഘു, രമ്യയുടെ വീട്ടുപേരുണ്ട്. അത് സിനിമയിൽ ഒരു പ്രാവശ്യം പറയുന്നു, ഇറമ്പിൽ രമ്യ എന്നാണ് പറയുന്നത്. അതൊക്കെ പുള്ളി വളരെ കൃത്യമായിട്ട് എന്നോട് ചോദിക്കാൻ ഒരു തവണ പേര് ഉൾപ്പെടെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തോട് കഥ പറഞ്ഞ് ഫലിപ്പിക്കൽ അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി കഥ കഴിയുമ്പോൾ പുള്ളി സമ്മതിക്കുമെന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇരുന്നു, പുള്ളി പറഞ്ഞു നീ കോൺഫിഡൻ്റ് അല്ലടാ? അതെ കോൺഫിഡൻ്റ് ആണ്. നല്ല കൊള്ളടാ, ഫയറുണ്ട്, പിടിക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നിനക്ക് എന്തെങ്കിലും ഇമ്പ്രൂവൈസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുക. സമയമുണ്ടെന്ന് വെച്ച് വെറുതെ ഇരിക്കരുത്. എന്തായാലും 3-4 മാസം ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് നിനക്ക് പറ്റാവുന്ന അത്രയും മാറ്റങ്ങൾ വരുത്തുക, എഴുതാവുന്നത്ര എഴുതുക, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആസ് ഇറ്റ് ഈസ് എനിക്കിത് ഓക്കെയാണ് എന്ന് പറഞ്ഞു. അതൊരു വലിയ ധൈര്യമാണ്. അതിപ്പോൾ സൺഡേ ഹോളിഡേയിൽ ശ്രീനിയേട്ടൻ ഓക്കെ പറഞ്ഞ പോലത്തെ ഒരു ധൈര്യമായി പോയി. കാരണം പിന്നെ നമുക്ക് വേറൊരാളെ എനിക്ക് ചിന്തിക്കാം. ചില ക്യാരക്ടേഴ്സ് ഒക്കെ അതിനും കുഴപ്പമുണ്ട്, ചിലത് നമുക്ക് വേറെ ആലോചിക്കാൻ പറ്റും. പക്ഷെ ഇതിന് ആലോചിക്കാൻ പറ്റില്ല. എനിക്ക് ബിജുചേട്ടനെ ബിജുചേട്ടൻ്റെ സ്ഥാനത്ത് വേറെ ഒരാളെ എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. ഇപ്പോൾ കോട്ടയം നസീർ അദ്ദേഹത്തിന് ഇതിൻ്റെ അതൊരു വളരെ സിഗ്നിഫിക്കന്റ് റോൾ. അത് അദ്ദേഹത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ? നസീർ ഖാനെ എനിക്ക് പറഞ്ഞ പോലെ വളരെയധികം ഇഷ്ടമുള്ള ഒരാൾ. ഇപ്പൊ ജാഫറിനെ ഞാൻ മമ്മൂക്കയുടെ കയ്യൊപ്പ് എന്ന് പറഞ്ഞ സിനിമ, രഞ്ജിത്തേട്ടൻ ചെയ്ത സിനിമയാണ്. ആ സിനിമ കണ്ടിട്ട് ജാഫ്രിക്കയുടെ കഥാപാത്രത്തെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മമ്മൂക്ക പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കുന്ന ഒരു സിംഗിൾ ഷോട്ട് സീനുണ്ട്. ഈ സീൻ കണ്ടിട്ട് ഞാൻ എത്ര തവണ പിന്നീട് ഞാൻ ആ യൂട്യൂബിൽ അത് കണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയും പ്രാവശ്യം എനിക്ക് കാണാതെ അറിയാം ഡയലോഗ് മൊത്തം. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചാണ് ഇത് രഞ്ജിത്തേട്ടനെ സമ്മതിക്കണം. കാരണം എനിക്ക് അതുവരെ അറിയാവുന്ന ജാഫർ എന്ന് പറയാൻ കോമഡി 8 സുന്ദരികളും ഞാനെന്നൊക്കെ പറഞ്ഞ സീരിയലും കോമഡിയൊക്കെ ചെയ്ത് നടക്കുന്ന ആളാണ്. പുള്ളീനെ രഞ്ജിത്തേട്ടൻ ആ ഒരു ക്യാരക്ടറിനെ കാസ്റ്റ് ചെയ്ത് ഭയങ്കര സംഭവമായി പോയല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് കാസ്റ്റ് ചെയ്യാമെങ്കിൽ എന്തെങ്കിലും ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ എനിക്കും കാസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് ബൈസൈക്കിൾ ദിവസത്തിൽ ജാഫ്രിക്ക വരുന്നത്. ഇപ്പോൾ ജാഫ്രിക്കനെ പരിചയമുള്ളതിനേക്കാൾ കൂടുതൽ എനിക്കറിയാവുന്നതാണ് കോട്ടയം നസീർക്ക്. അപ്പോൾ നസീർക്ക ഇങ്ങനെ വളരുന്നത് നമുക്കൊരു സൈഡിൽ കൂടെ കാണാം. അതായത് ഇപ്പോൾ കഥ പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ പുള്ളി ചെയ്ത ക്യാരക്ടർ നിങ്ങൾ ഓർക്കുന്നുണ്ട്. ഇന്നസെന്റ് ആയിട്ട് ഗുണ്ടായിട്ട് ആ ലെവലിൽ നിന്ന് പുള്ളി റോഷാക്കിലെ ആ ലെവലിലേക്കും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ സിനിമ വന്നപ്പോൾ ഓക്കെ, നസീർക്ക് ഇന്ന് വരെ എൻ്റെ അടുത്ത് നമുക്ക് ഒരുമിച്ച് സിനിമ ചോദിച്ചിട്ടേ ഇല്ല കേട്ടോ. കാണുമ്പോൾ സന്തോഷം, കുറേ നേരം സംസാരിക്കും. ഇന്നേ വരെ ചോദിച്ചിട്ടില്ല എന്താ നീ എൻ്റെ സിനിമയിൽ വിളിക്കാത്തതെന്ന്. എൻ്റെ ആവശ്യം പുള്ളിക്കില്ല. പക്ഷെ അപ്പോൾ ഈ സിനിമ വന്നപ്പോൾ എനിക്ക് ഈ പറഞ്ഞ രഘു എന്ന് പറഞ്ഞ കഥാപാത്രം നസീർക്ക് തന്നെ ചെയ്യണം. നസീർക്കാണ് അങ്ങനത്തെ ഒരു പൊട്ടൻഷ്യൽ ആ സൈഡ്. എനിക്കൊന്നും ഇപ്പോൾ വരുന്ന റിവ്യൂസിലൊക്കെ പല ഫിലിം ഗ്രൂപ്പുകളിൽ നസീർക്കയെ കുറിച്ച് മാത്രം എഴുതുന്നുണ്ട് ആൾക്കാർ, ഭയങ്കരമായിട്ട് എഴുതുന്നുണ്ട് ആൾക്കാർ. ആ നസീർക്കയിൽ വന്ന ആ
മാറ്റത്തെക്കുറിച്ച് ആൾക്കാർ വല്ലാണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നസീർക്ക് ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ പ്രൊമോഷൻസിനും നസീർക്ക് കൂടെയുണ്ട്. ഇപ്പം ഇന്നലെ തിയേറ്റർ വിസിറ്റുകൾ അതിലെല്ലാം നസീർക്ക് കൂടെയുണ്ട്. ഇപ്പം ബുധനാഴ്ച വെള്ളിയാഴ്ച ദുബായ് ഒക്കെ പോവാണ്, അബുദാബി ഒക്കെ പോവാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞു, എടാ ഞാൻ വരാട്ടോ, ഒരു കുഴപ്പമില്ല, ഞാൻ വരാം. അത്രയും പുള്ളിക്കൊക്കെ ഈ ദുബായ് അബുദാബിയൊക്കെ പോയിട്ട് 10 പാസ്പോർട്ട് അങ്ങോട്ട് മാറ്റി അടിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതാണ്, അത്രയും സിനിമയെ വല്ലാണ്ട് സ്നേഹിക്കുന്ന, ഭയങ്കര ഭയങ്കര രസമാണ് പുള്ളിയോട് വർക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ആ ഒരു കഥാപാത്രം അദ്ദേഹം തന്നെ ചെയ്തത്. അദ്ദേഹം തന്നെ ചെയ്തു, നന്നായിട്ട് പുള്ളി ചെയ്യുകയും ചെയ്തു, ഗംഭീരമായിട്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, തുടക്കം ഈ ബൈസൈക്കിൾ തീസ് തൊട്ട് പിന്നെ ഇങ്ങോട്ട് ഒരു ഫീൽ ഗുഡ് ജോണറുള്ള ആളാണ്. പിന്നീട് ജിസ് ജോയ് എന്ന് പറഞ്ഞാൽ ഫീൽ ഗുഡ് ആണെന്നുള്ളൊരു ബ്രാൻഡ് ഉണ്ട്, അതിനെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ വരുന്നത് പല രീതിയിൽ പോകുന്നു. അതിൽ നിന്നൊരു ചേഞ്ച് വരുത്തണമെന്നുള്ള സ്വയം ഒരു തോട്ടിലാണോ ഇന്നലെ വരെ ആയാലും ഇപ്പോൾ തലവനിലെത്തി? ആണ്. കാരണം വെച്ചാൽ ഈ കോവിഡ് നമ്മളുടെ എല്ലാ പ്ലാനുകളും നമ്മുടെ മാറ്റിയൊരു സംഗതിയാണല്ലോ ഈ കോവിഡ് എന്ന് പറയുന്നത്. കോവിഡ് പല കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിക്കളഞ്ഞു, ആസ്വാദനം മാറി. നമ്മൾ മറ്റേത് ഒരു ഇംഗ്ലീഷ് സിനിമയോ ഒരു വേൾഡ് സിനിമയോ ഏതെങ്കിലും ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ പെൻഡാമേരിക്ക പോലത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ DVD തപ്പിയെടുത്ത് വാങ്ങിക്കുന്നു. അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നമ്മുടെ വിരൽത്തുമ്പിൽ സീരിയൽ കാണുന്ന പോലെ ആയില്ലേ, ഇങ്ങനെ കിടക്കല്ലേ കടല് പോലെ, നമുക്ക് ഏത് ഭാഷയിൽ ഏത് പടവും കാണാം എന്നുള്ള അവസ്ഥയാണ്. അത് നമ്മളുടെ സാധാരണ ഗ്രാമത്തിലുള്ള ആൾക്കാർ പോലും ഇപ്പം അത് ഉപയോഗിച്ചു തുടങ്ങി. സോ മാറിയ കാലത്തിനനുസരിച്ച് ഇനി സിനിമ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ സിനിമയെന്നല്ല, അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് പൊഴുത്തി പറയുന്ന ഒന്നുമല്ല കേട്ടോ, ഇത് അങ്ങനെ ആയിട്ടുണ്ടെന്നൊന്നുമല്ല പറയണേ. ഇനി അങ്ങോട്ട് ആലോചിക്കുമ്പോൾ യുണീക്ക് അല്ലാത്ത ഒരു സിനിമയും ഇനി നിലനിൽക്കില്ല. യുണീക്ക് അല്ലാത്ത ഒരു സിനിമയെക്കുറിച്ച് നമ്മൾ സംസാരിക്കില്ല. അതുകൊണ്ടാണ് പണ്ടൊക്കെ സിനിമ നമ്മൾ വിജയിക്കുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ 3 ദിവസം കാത്തിരിക്കണമായിരുന്നു. വെള്ളിയാഴ്ച ഇറങ്ങി വെള്ളി, ശനി, ഞായർ കാത്തിരിക്കണം. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. നൂൺ ഷോ കഴിഞ്ഞാൽ അറിയാം. നൂൺ ഷോ കഴിഞ്ഞാൽ നമുക്കറിയാം. പണ്ട് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, ഇപ്പോൾ ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമ ആദ്യത്തെ ഒരാഴ്ച ഫ്ലോപ്പായിട്ട് തിയേറ്ററിൽ നിന്ന് മാറ്റാൻ തുടങ്ങുമ്പോൾ ഒരു പത്രപരസ്യത്തിൽ നിന്നാണ് തിരിച്ച് വീണ്ടും ഇത്രയും വലിയ ഹിറ്റായിട്ട് മാറുന്നത്. അങ്ങനെ പല പടങ്ങൾ പറയുമ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് പറയാം. അത് ഇനി സംഭവിക്കാൻ ചാൻസ് കുറവാണ്, വളരെ കുറവാണ്. കാരണം ഒന്നാമത്തെ കാര്യം നമ്പർ ഓഫ് റിലീസ്. ഒരു വെള്ളിയാഴ്ചയിൽ പടം അടുത്ത വെള്ളിയാഴ്ച 2 പടം റെഡിയാണ്, മനസ്സിലായോ? ഇപ്പം ഈ സിനിമ തന്നെ ഷൂട്ട് കഴിഞ്ഞ ജൂണിൽ ജൂൺ 22-ാം തീയതി ഷൂട്ട് പാക്കപ്പ് പറഞ്ഞ പടമാണ്. ഇപ്പോഴാണ് റിലീസ് ഡേറ്റ്. ഇതിന് മുമ്പ് ഇതാണ് കുഴപ്പമൊന്നും. ഇപ്പൊ ഞങ്ങൾ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തു, അപ്പൊ ദേ വരുന്നു പ്രേമലു, ബ്രഹ്മയുഗം, മഞ്ഞുമൽ ബോയ്സ്. ഓക്കെ, നമ്മൾ അപ്പൊ ഞങ്ങൾ ഓൾ കേരള ഫ്ലെക്സ് ഒക്കെ ഹോർഡിങ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞായിരുന്നു. ഹോർഡിങ്സ് എല്ലാം വെച്ച് ഓക്കെ, അതെല്ലാം ഊരിക്കോളൂ. അപ്പൊ അങ്ങനെ അതാണ്. അപ്പൊ ഇനിയിപ്പോ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഇനി ശ്രദ്ധിക്കണം. ഈ പറയുന്ന പോലെ സിനിമയുടെ ബിസിനസ് എപ്പോഴും നമ്മൾ പ്രൊഡ്യൂസർ പണം മുടക്കുന്നത് പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് ഒരു തർക്കമുള്ള കാര്യമല്ല. അതിനകത്ത് നല്ല പ്രൊഡ്യൂസേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അത് കുറച്ച് കലാമൂല്യവും ഒരു ഷെൽഫ് ലൈഫും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10 വർഷമോ 15 വർഷമോ 20 വർഷം നമ്മൾ ഇന്ന് ഗോഡ് ഫാദറിനെ കുറിച്ചും ഇനി ഹരിഹരനാറിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നപ്പോൾ നാടോടിക്കാറ്റിനെ കുറിച്ചും പൊന്മുട്ടയുടെ താറാവിന് എന്ന് പറഞ്ഞ ഷെൽഫ് ലൈഫ് എത്ര പ്രാവശ്യം കഴിഞ്ഞാലും നമുക്ക് വീണ്ടും കാണാൻ തോന്നുന്ന അങ്ങനെ സാധനം ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷേ അത് ഈ നമ്മുടെ ഉണ്ടാക്കിയ സൃഷ്ടാക്കൾക്കുള്ള ആവശ്യമാണ് കൂടുതലും. പ്രൊഡ്യൂസർക്ക് ഇമ്മീഡിയറ്റ്ലി കാശ് കിട്ടിയതിന് ശേഷമുള്ള ബാക്കി പരിപാടി മാത്രമാണ് അതൊക്കെ. ആദ്യ ദിവസങ്ങളിൽ പടം വർക്ക് ചെയ്യണം. എക്സാക്ട്ലി. ഇനി അങ്ങോട്ട് ആദ്യത്തെ ദിവസം നൂൺ ഷോ കഴിഞ്ഞ് മാറ്റിനിയോട് കൂടി നമ്മൾ അത് സാധാരണ തിയേറ്ററിൽ നിന്ന് അറിയാൻ പറ്റണം. റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരും അറിയുന്നുണ്ടല്ലോ. എല്ലാവരും അവയർഡാണ്. ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ, ഇപ്പോൾ ഇത്രയും മഴയായിട്ടും സിനിമ ഇന്നലെയൊക്കെ ഈ പറഞ്ഞ പോലെ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ വിളിച്ചു രാത്രി 9 മണിയായപ്പോൾ, പടം കണ്ടിട്ടില്ല, ഒരു ടിക്കറ്റ് കിട്ടാൻ ഞങ്ങൾ തിയേറ്റർ വിസിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ ബീച്ച് ചേട്ടനൊക്കെ ആയിട്ട് തിയേറ്റർ ഇതിനിടയ്ക്ക് ഞാൻ എവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് തരാം. അപ്പൊ എന്ന് പറഞ്ഞല്ലേ, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതിനകത്ത് നമുക്ക് അതിനകത്ത് ടിക്കറ്റ് കിട്ടുന്ന ഒരു സങ്കടമില്ല. അതെ. അപ്പൊ അങ്ങനെയൊക്കെ ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നു എല്ലാ ഓഫ് കോഴ്സ് റിവ്യൂസ് ഭയങ്കരമായിട്ട് സിനിമയെ സ്വാധീനിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട്. ഒരു നല്ല സിനിമയെക്കുറിച്ചുള്ള മോശം റിവ്യൂ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് പോകണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ കൂടുതൽ ആൾക്കാരും മറ്റുള്ളവരോട് ചോദിച്ചിട്ട്
പോകുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട്. അത്ര ഫാസ്റ്റ് ആയിപ്പോ അത് നമ്മുടെ അങ്ങനെയുണ്ട്. പക്ഷെ എന്നാലും മറ്റേതും കൂടെ സപ്പോർട്ടീവ് ആണെങ്കിൽ, അതായത് ഞാൻ പറയുന്നത് എല്ലാവരും നല്ലത് പറഞ്ഞ പടമാണെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആണ്, ഭയങ്കര ഫാസ്റ്റ് ആണ്. അതുപോലെ പ്രേമലു ഒരു എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട. കാരണം പ്രേമലു ദിലീഷ് ഒരു ദിവസം ഡബിങ് കഴിഞ്ഞപ്പോൾ പ്രേമലു റിലീസിന് 2 മാസം മുൻപ് എനിക്കൊരു 3.5 മിനിറ്റോ 4 മിനിറ്റോ ഉള്ള ഒരു ട്രെയിലർ കട്ട് കാണിച്ചു തന്നു, ഒരു ഡമ്മി മ്യൂസിക് ഒക്കെ ഇട്ടിട്ടുള്ള. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ 6-8 പ്രാവശ്യം ചിരിച്ചു. മറ്റേ മല്ലയ്യ ആ സാധനമൊക്കെ നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ ഈ സാധനമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ കുറേ സ്ഥലത്ത് ചിരിച്ചു. ബീന ടീച്ചറുടെ മോനെല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ ഇതൊക്കെ പറഞ്ഞ കുറെ അതെല്ലാം ട്രെയിലറിലുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ എനിക്ക് ചിരി ഭയങ്കര ഇഷ്ടമുള്ള അപ്പോൾ ഇങ്ങനത്തെ തമാശകൾ തന്നെ. അപ്പോൾ ഞാനിങ്ങനെ ചിരിച്ചപ്പോൾ ദിലീഷ് എന്നോട് ചോദിച്ചു, എടാ നീ ഇത് വളരെ ഓർഗാനിക് ആയിട്ട് ചിരിക്കുന്നതാണോ അതോ ഉണ്ടാക്കി ചിരിക്കേണ്ട കാര്യം, നിന്റെ അടുത്ത് ഉണ്ടാക്കി ചിരിക്കേണ്ട കാര്യം എന്താ? ശരിക്കും ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. എന്ന് പറഞ്ഞ പോലെ അവര് പോലും വിചാരിച്ചു ഇത് ഇങ്ങനെ ഈ ലെവലിൽ ഇന്ത ലെവലിൽ അല്ലിപ്പോൾ മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് പറഞ്ഞു. മഞ്ഞുമൽ ബോയ്സിനൊക്കെ മലയാള ഫിലിം ഇൻഡസ്ട്രി എക്കാലവും ഇനി അങ്ങോട്ട് താങ്ക്ഫുള്ളി ഓർക്കേണ്ട സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. കാരണം അത് ആ പേരൊരു ബ്രാൻഡായിട്ട് മാറി മലയാള സിനിമയ്ക്ക്. കാരണം ഇപ്പോൾ 250 കോടി രൂപയുടെ ബിസിനസ് അവിടെ നിൽക്കട്ടെ, ആ ബിസിനസ് അത്രയും വോളിയം ഉണ്ടാക്കണമെങ്കിൽ അത്രയും ആൾക്കാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം ഉണ്ടായ കാര്യം, ഇപ്പൊ ബ്ലൂ സട്ടൈ മാറിനെ പോലത്തെ റിവ്യൂക്കാര് മനസ്സിലായി അവര് നമ്മുടെ പടത്തെ കുറിച്ച് ഭയങ്കര, നമ്മള് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോ എന്ത് എനിക്ക് ഭ്രാന്തായതാണോ അവര് ഇപ്പോഴും മലയാള സിനിമ എന്നുള്ളതിന് ഇപ്പൊ ഒരു തമിഴ് സിനിമ ഉണ്ടാകുന്ന പരാജയങ്ങളെ മലയാള സിനിമ കണ്ടുപിടിക്കുമെന്ന് പറയുന്ന രീതിക്കാക്കി. ഞാൻ നോക്കിയപ്പോ ഞാനത് വളരെ ഒരു സുഹൃത്ത് ദുബായിൽ നിന്നാണ് അയച്ചത്. അപ്പൊ ഞാൻ രാവിലെ 8:30 എണീറ്റ് കണ്ണു തുറക്കുമ്പോൾ ഇതിങ്ങനെ കുറെ പേര്, ബിജു ചേട്ടൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അങ്ങനെ കുറെ പേര് ഇത് അയച്ചു തന്നിരിക്കുന്നു. അപ്പൊ ഞാൻ ഇതേ ആരാണ്, ഞാൻ ഇന്ന് വരെ പുള്ളിയുടെ റിവ്യൂ കണ്ടിട്ടില്ല. പിന്നെ ചെന്നൈയിലുള്ള എന്റെ സുഹൃത്ത് വിളിച്ചു, എന്റെ പൊന്ന് ചേട്ടന്റെ പുള്ളിനെ അറിയില്ലേ, പുള്ളി ആൾക്കാരെ റോസ്റ്റ് ചെയ്യുന്ന മനുഷ്യനാണ്, പുള്ളി ഭയങ്കര ഇതായി. അദ്ദേഹം റിവ്യൂ ഇട്ടതിന്റെ പുറകെ കുറേ ചെന്നൈയിലുള്ള ആൾക്കാർ റിവ്യൂ ഇടാൻ തുടങ്ങി. ചെന്നൈയിൽ ഞായറാഴ്ച 17 ഷോ ഹൗസ്ഫുൾ ആയിട്ട് കളിക്കുന്നു. ഇന്നലെ തിങ്കളാഴ്ചയായിട്ടും അവിടെ വൈകുന്നേരത്തെ ഷോകളൊക്കെ ഹൗസ്ഫുൾ ആണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കോൾസ് വരുന്നു. ആലോചിച്ച് നോക്കണം, സബ് ടൈറ്റിൽ മാത്രമാണ് നമ്മൾ മാറ്റി ഡബ് ചെയ്തിട്ടൊന്നുമില്ല, തമിഴിലേക്ക് ഡബ് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയെ നമ്മൾ എക്കാലം ഇനി അങ്ങോട്ട് ഓർക്കണം. കാരണം അവരുണ്ടാക്കി വെച്ചൊരു പാത്താണത്, അവർ വെട്ടിത്തെളിച്ച വഴിയത്. ആ വഴി വളരെ ഈസിയായി തമിഴന്മാർക്കോ അല്ലെങ്കിൽ ആന്ധ്രയിലുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല, അവർ സബ് ടൈറ്റിൽ വായിച്ച് കണ്ടോളാം എന്നുള്ള അവസ്ഥയാണ് എത്തിച്ചു. പണ്ട് പ്രേമം ഇതുപോലെ മലയാളത്തിൽ തന്നെ റിലീസ് ചെയ്തിരുന്നു. പ്രേമം മലയാളത്തിലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ നമ്മൾ കുറെ കൂടെ അന്ന് പറ്റിക്കണം, സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടായിരിക്കും നമ്മൾ ആ ഈ പറഞ്ഞ കണക്കുകളുടെ കളി. പ്രേമം ഓഫ് കോഴ്സ് 100 ദിവസത്തോടെ കളിച്ച സിനിമയാണ്. അല്ല 100 അല്ല, 300 ദിവസം കളിച്ചു ആണല്ലേ? ഓ ശരി, ഒരു വർഷം കളിച്ചതിന്റെ ഒരു സെലിബ്രേഷൻ ആണല്ലേ? ഓ അന്ന് ആര് പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടായിരിക്കും ഇപ്പൊ നമ്മളിങ്ങനെ. കാരണം മഞ്ഞുമൽ ബോയ്സിന്റെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഭയങ്കര എല്ലാം ഭയങ്കര സൂപ്പർ സ്റ്റാർസ് അല്ലല്ലോ അഭിനയിച്ചിരിക്കുന്നത്. ആ ഒരു ഗട്സ് ഭയങ്കര, ഇത്രയും പണം മുടക്കാനും ഒക്കെ ആയിട്ട്. ഇന്നലെ ഇപ്പൊ രാജസ്ഥാൻ റോയൽസിന്റെ ഒഫീഷ്യൽ പേജിൽ അവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സഞ്ജുമൽ ബോയ്സ് എന്ന് പറഞ്ഞു. മലയാളിയാണോ സംശയമുണ്ട്? എനിക്ക് സംശയമുണ്ട്, ഭയങ്കര സംശയമുണ്ട്. ഇവിടുത്തെ എല്ലാ പരിപാടിയും അവിടെ എല്ലാം പിടിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ അതൊരു ഇപ്പൊ നമുക്ക് തലവനിലേക്ക് വരാം. ഇപ്പോ തലവന്റെ ഇതൊരു ചെറിയ സ്പോയിലർ ആണെങ്കിലും മെയിൻ സ്പോയിലർ ചോദിക്കരുത്. ഇനി ഒരു രണ്ടാം ഭാഗം ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാകണം എന്നാണ്. ഇപ്പൊ നമ്മളത് ഒഫീഷ്യലി ഞാൻ മാത്രമല്ലായിരുന്നു, അപ്പൊ നമ്മളത് ഈ ദുബായ് പ്രോഗ്രാമിന് പറയാമെന്നാണ് വിചാരിക്കുന്നത്. ബിജുവേട്ടൻ ആസിഫൊക്കെ ഉള്ളപ്പോൾ കാരണം ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തേ ഇത് എനിക്കും അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് മാത്രം അറിയാവുന്ന ഒരു സംഗതിയായിരുന്നു. നമ്മൾ ചില കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു രണ്ടാം ഭാഗം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞതാണ്, നമ്മളൊരു സിനിമ കഴിയുമ്പോൾ പൊതുവെ ഇപ്പോൾ എഴുതി കാണിക്കുന്ന ഒരു ട്രെൻഡുണ്ട്. ഇപ്പോൾ തലവൻ 2 എന്ന് നമുക്ക് ഈസി ആയിട്ട് ഗ്രാഫിക്സിൽ എഴുതി കാണിക്കാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ്, എഡിറ്ററും അതിനെ സപ്പോർട്ട് ചെയ്തു. നമ്മളായിട്ട് അത് എഴുതി കാണിക്കണ്ട, നമ്മൾ എഴുതി കാണിക്കാതെ പ്രേക്ഷകൻ ഇത് പറയുന്നുണ്ടെങ്കിൽ അവർ ആ സിനിമ ഇഷ്ടപ്പെട്ടാലേ അത് പറയുള്ളൂ. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ രണ്ടാം ഭാഗത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ഡിമാൻഡ് ചെയ്യുന്നു, ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ സംസാരിക്കട്ടെ, പ്രേക്ഷകർ സംസാരിക്കട്ടെ, അവർ സീക്വൽ ഉണ്ടോ എന്ന് ചോദിക്കട്ടെ. ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ നമുക്കറിയില്ല, പല പടങ്ങളും നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട്
5 വർഷമായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്, വരുന്നില്ല. അപ്പോൾ വെറുതെ ഒന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ വെറുതെ പറയരുത്, പ്രേക്ഷകനെ നമ്മൾ പറ്റിക്കരുത്. അപ്പോൾ ഈ സിനിമ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഞാനും ആസിഫും ഇറങ്ങി വരുമ്പോൾ എറണാകുളത്താണ് കണ്ടത്, 12:20 വനിത വിനീതയിലെ ആ ഫസ്റ്റ് ഷോയിൽ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം സീക്വൽ എപ്പോഴാണെന്നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ആസിഫ് എൻ്റെ ഒരു നോട്ടം നോക്കി. കാരണം ഞങ്ങൾ ആ ദിവസങ്ങളിൽ ആസിഫും ഒരാഴ്ച മുൻപ് ഫാമിലിയായിട്ട് സിനിമ കണ്ടിരുന്നു. ഫുൾ പക്ക എല്ലാം കഴിഞ്ഞിട്ടുള്ള സിനിമ കണ്ടായിരുന്നു. അപ്പോൾ ആസിഫ് എന്നെ നോക്കി. ഇതേ ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസിഫിൻ്റെ അടുത്ത്.